ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോവിനോ ഡ്രോയിങ് പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മളിന്ന് ഫേസ് ഷെയ്ഡിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ഭാഗം വരച്ച് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ കണ്ണിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങാം. നമുക്ക് ഇപ്പോൾ ഞാൻ 10B പെൻസിൽ ഉപയോഗിച്ചാണ് വരച്ച് തുടങ്ങുന്നത്. വെച്ചാൽ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക്നെസ് വരുന്നൊരു ഭാഗങ്ങളൊക്കെയാണ്. അതുപോലെ നല്ല രീതിയിൽ ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ് രണ്ട് കണ്ണിലും വരുന്നുണ്ട്. അത് ഇടത് ഭാഗത്തെ ആണെങ്കിൽ കുറച്ചുകൂടി ഷാഡോസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഡാർക്ക്നെസ് കൂടിയ പെൻസിലൊക്കെ അവിടെ ഉപയോഗിക്കാം നമുക്ക്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് നമ്മൾ കണ്ണ് വരയ്ക്കുമ്പോൾ, അതായത് നമ്മളൊരു ഫോട്ടോ വരയ്ക്കുകയാണെങ്കിൽ അവസാനം വേണം കണ്ണ് വരയ്ക്കാൻ. എന്ന് വെച്ചാൽ ഒരു ഫോട്ടോയുടെ ജീവൻ എന്ന് വെച്ചാൽ കണ്ണാണല്ലോ. അപ്പം കണ്ണ് വരച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ ആ ചിത്രത്തിന് ജീവൻ കിട്ടണം. അപ്പോൾ ആ രീതിയിലാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷേ ചിലർക്ക് കണ്ണ് വരച്ച് കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകത്തുള്ളൂ മുമ്പോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കും അതെ, ഞാനും ചില ഫോട്ടോയിൽ കണ്ണ് തന്നെയാണ് വരച്ച് തുടങ്ങുന്നത്. കൂടുതലായിട്ടും ഫേസിൽ ഷെയ്ഡിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം കണ്ണ് വരച്ചാണ് ഞാൻ തുടങ്ങുന്നത് കൂടുതലും. അപ്പം നമുക്ക് ഒരാളുടെ അല്ലെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അത് ജീവൻ എന്ന് വെച്ചാൽ കണ്ണ് തന്നെയാണ്. ഇപ്പം നമുക്ക് ചിലരെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആളെ മനസ്സിലാകും. നമുക്കിപ്പം ഫേസ് ഫുള്ളായിട്ട് കണ്ടില്ല പോലും കണ്ണ് കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളെ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞാലാണ്. വരയ്ക്കുമ്പോഴും അങ്ങനെ കാര്യങ്ങളൊക്കെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾക്കിപ്പം കണ്ണ് വരച്ചിടണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ എല്ലാ ഫോട്ടോയിലൊന്നും ഞാൻ കണ്ണ് വരച്ച് തന്നെ തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ചില ഫോട്ടോസിൽ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കണ്ണിൻ്റെ ഭാഗം വരച്ച് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ പിരികവും പിന്നെ അതിൻ്റെ ചുറ്റുള്ള കുറച്ച് ഷെയ്ഡിങ് കൂടെ ചെയ്യണം. അപ്പോൾ പെൻസിൽ ഞാൻ 8Bയും 10Bയും മാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 6B പെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ 6B പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ കണ്ണിൻ്റെ താഴ്ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഷാഡോസ് വരുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യണം. അതിനുശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ ബഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് തന്നെ രണ്ട് കണ്ണിലും വലിപ്പ വ്യത്യാസം വരുന്നുണ്ട്. ഒരു കണ്ണ് ഇപ്പോൾ ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന കണ്ണ് ചില മുഴുത്തതും മറ്റേ ചെറുതുമായിട്ടാണ് ഫോട്ടോയ്ക്കകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ വരച്ച് വെച്ചേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്ക് എന്താണ് അങ്ങനെയൊന്നും തോന്നുന്നൊന്നും വേണ്ട. നമുക്ക് ഫോട്ടോയിൽ എങ്ങനെയാണോ വരുന്നത് ആ ഭാഗങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്താൽ മതി. അതുപോലെ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം ഷാഡോസ് കൂടുതൽ വരുന്ന ഭാഗങ്ങളുണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പെൻസിൽ 6B പെൻസിലാണ് ആർട്ട് ലൈൻ്റെ. അപ്പോൾ ഈ 3 ഗ്രേഡിൻ്റെ പെൻസിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, 6B, 8B, 10B. പിന്നെ ആദ്യം തന്നെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ഭാഗങ്ങളും ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നെറ്റിയുടെ ഈ ഒരു ഭാഗത്തുനിന്ന് ഷെയ്ഡ് ചെയ്ത് താഴേക്ക് ചെയ്ത് വരാം. അപ്പോൾ അവിടെ ചെയ്യുമ്പോഴും 6B പെൻസിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഷെയ്ഡിങ് നല്ല രീതിയിൽ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ഡാർക്ക്നെസ് ഇല്ലെങ്കിൽ പോലും ഈ ഒരു സൈഡ് കൊണ്ട് കുറച്ച് ഭാഗത്ത് ഞാൻ 6B ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ ഞാൻ 10B ഉപയോഗിക്കുന്നുണ്ട്. ഡാർക്ക്നെസ് നമുക്ക് ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാർക്ക്നെസ്സാണ് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഷെയ്ഡ് ചെയ്താൽ മതി. അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ നിങ്ങൾ ഒരു ജസ്റ്റ് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ ഒരുപാട് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യാതെ കുറച്ച് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോയിൽ നോക്കിയിട്ട് അത്ര സക്സസ് ആയെന്ന് തോന്നുമെങ്കിൽ, അതുപോലെ ആയെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ പിന്നെ ഷെയ്ഡ് ചെയ്യേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. നമുക്ക് അടുത്ത കണ്ണിൻ്റെ ഭാഗം വരയ്ക്കാം. അപ്പോൾ അവിടെ ഞാൻ 8B 10B ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഓരോ ഭാഗങ്ങളും, അതായത് ഇപ്പോൾ ഞാൻ ഈ വരയ്ക്കുന്ന കണ്ടി കുറച്ച് ചുറ്റുഭാഗത്തൊക്കെ നല്ല ഷെയ്ഡിങ് വരുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം വരച്ച കണ്ണിനേക്കാളും ഷെയ്ഡിങ് കൂടുതൽ വരുന്ന ഈ ഒരു ഭാഗത്താണ്.
അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കി ഒന്ന് കമൻറ്റ് ചെയ്യുക. വരച്ച് നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ. അപ്പോൾ നമ്മൾ സെയിം പ്രോസസ്സിങ് തന്നെയാണ് പോകുന്നത്. നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു, അതിനുശേഷം ബ്ലെൻഡ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ പോയാൽ മതി. അതുപോലെ ഈ ഒരു സൈഡിൽ കുറച്ച് ഷാഡോസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇട സൈഡ് കൊണ്ടാണ് ഷാഡോസ് കൂടുതൽ വരുന്നത്. നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം വരുന്നതും കൂടുതലും ഇട സൈഡ് തന്നെയാണ്. വല സൈഡിൽ കൂടുതൽ ലൈറ്റ് അടിക്കുന്ന ഏരിയാസാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബ്രഷ് ഉപയോഗിച്ചല്ലോ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അവിടെ വൈറ്റ് ഏരിയാസായിട്ട് തന്നെ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഫേസ് ഷെയ്ഡിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. ഡ്രസ്സിൻ്റെയും മീശ താടിയൊക്കെ നമുക്ക് അടുത്ത ഒരു പാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇത്ര ആയിട്ട് പോലും ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡ് കൂട്ടിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലെങ്തി ആക്കാതെ നമുക്കൊരു പാർട്ടൂടെയൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം. എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടെ കണ്ടുപഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ചെവിയുടെ ഭാഗം ചെയ്യുമ്പം അവിടെ കൂടുതൽ നല്ല ഷാഡോസ് വരുന്ന ഭാഗങ്ങളാണ്. അപ്പം അവിടെ അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അവിടെ നിങ്ങൾക്ക് 6B പെൻസിലോ 10B ഉപയോഗിക്കാം. 6B ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡാർക്ക്നെസ് വന്നിട്ടില്ലെന്ന് തോന്നുമെങ്കിൽ 10B ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ രണ്ടും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കമൻറ്റ് വഴി ചോദിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി എന്നോട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലൂടെ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടും ജസ്റ്റ് ഒന്ന് ചെയ്ത് പഠിക്കുക നിങ്ങൾ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.